പറ്റിയ അവസരമാ. നിമിഷ നേരം കൊണ്ട് കാര്യം നടത്തണം. പിടിക്ക, ഇതങ്ങോട്ടിട. ഓ, ഇങ്ങനെയല്ല, ഇങ്ങോട്ടാ, മാറുന്നില്ല കേട്ടോ. മരുന്നുണ്ടോ നോക്കാം. കലങ്ങട്ടെ, നന്നായിട്ട് കലക്ക്. ഇനിയേ ആസ്വദിച്ചങ്ങോട്ട് കുടിക്കട്ടെ. എന്നിട്ട് സദ്യയും കഴിച്ച് രാത്രി കേക്ക് മുറിക്കട്ടെ. നാളെ മുതലേ നീ നമ്മുടെ ദിവസമാണ്. അയ്യോ, അത് അടച്ചില്ല. അയ്യോ, അത് മറന്നുപോയി. വാ 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 വാ. എന്താവോ എന്തായി മുത്തശ്ശി? എല്ലാം ഡബിൾ ഓക്കെയാ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മോള് വെറുതെ കയറി അതൊക്കെ എടുത്ത് കുടിക്കാതിരുന്നാ മതി. അയ്യോ മോളെ, അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. ഈ മരുന്നിന് മറുമരുന്നുണ്ട്. അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അകത്ത് ചെല്ലുന്ന മരുന്നിന്റെ വീര്യം കുറയും. പക്ഷേ നമ്മുടെ മോൾ ഇതെങ്ങാനും അബദ്ധവശാലെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ മോൾക്ക് രക്ഷപ്പെടാം. കുഞ്ഞിന്റെ കാര്യം പിന്നെ സംശയമാണ്. ഞാൻ കുടിക്കാതിരുന്നാലും ആരും എന്നെ സംശയിക്കാനൊന്നും പോകുന്നില്ല. പായസം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തുറഞ്ഞ ശേഷമേ ഞാൻ കുടിക്കാറുള്ളൂ. അത് അമ്മയ്ക്കും ലക്ഷ്മിക്കും ഒക്കെ അറിയാം. അതാണ്. പിന്നെ ഞാനിപ്പോ പായസം അമ്മ കാണെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ എന്താ പായസം കുടിക്കാത്തെന്നുള്ള സംശയമൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് പഞ്ചസാരയുടെ അസുഖമുള്ളതുകൊണ്ട് നമ്മളെ ആരും സംശയിക്കത്തുമില്ല. ആ മേഘം പറഞ്ഞായിരുന്നു അവന്റെ ഇടത്തെ കാല് ചലിക്കുന്നുണ്ടോന്നൊരു സംശയം ഉണ്ടെന്ന്. അതും ഈ മോളും ദുർഗയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ശരിക്കും ഒന്ന് നോക്കിക്കോണം. ലക്ഷ്മിക്കൊപ്പം അവനോട് പായസം കഴിക്കല്ലേ? പിന്നെന്തോന്ന് നോക്കാനാ? ഓ, അത് ശരി, അത് ശരി. പിറന്നാളുകാരുടെ മോളും മരുമോനും എത്തി കൃത്യസമയത്ത് തന്നെ. മോനെ വാ വാ. കണ്ണോ, ഇത്തവണ വൈദ്യന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടോ? വലതുകാല് പഴയതുപോലെ ചലിക്കുന്നുണ്ട്. ഇടതുകാല് അങ്ങനെ തന്നെ. വിരലുകൾ പോലും അനക്കാൻ കഴിയുന്നില്ല. സ്പർശനവും കിട്ടുന്നില്ല. ഭാഗ്യം. ഭാഗ്യോ? അങ്ങനെയല്ല പ്രതാപ. ഭാഗ്യ ദോഷമെന്നാണ് ഞാൻ പറയാൻ വന്നത്.